ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവല്ല, വചനമല്ല, സംഘടനയും നേതാക്കന്മാരൊക്കെയാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് പ്രധാനം. അങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. ഒരു മനുഷ്യന് കഷ്ടത വരുന്നെങ്കിൽ അതിൻ്റെ പുറകിലൊരു ദൈവ ഉദ്ദേശമുണ്ട്. പക്ഷെ ലൗകികന്മാർ പറയും, വെറും ജഡികന്മാർ പറയും, അതവൻ്റെ പ്രവൃത്തിദോഷം കൊണ്ടാണ്, വ്യഭിചാരം കൊണ്ടാണ്, പാപം കൊണ്ടാണ് എന്നൊക്കെ. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു വചനം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 37:13. ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിന് നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവനത് വരുത്തുന്നു. ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. ശിക്ഷയ്ക്കായിട്ടോ ദേശത്തിൻ്റെ നന്മയ്ക്കായിട്ടോ ദയയ്ക്കായിട്ടോ അവനത് വരുത്തുന്നു. എൻ്റെ ബൈബിളിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു: തെറ്റ് തിരുത്തുവാനോ തൻ്റെ ലോകത്തെ സഹായിപ്പാനോ അഥവാ തൻ്റെ ദയവായ്പ് കാട്ടുവാനോ അവിടുന്ന് അത് സംഭവിക്കുന്നു. തെറ്റ് തിരുത്തുവാനോ തൻ്റെ ലോകത്തെ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വേലയ്ക്കോ അഥവാ തൻ്റെ ദയാവായ്പ് കാട്ടുവാനോ അവിടുന്ന് അത് സംഭവിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വചനം പറയുന്നത്. ഒന്നെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം ക്രമീകരിക്കാനാണ് ഈ തകർച്ച വരുന്നത്, അല്ലെങ്കിൽ അവൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ കൊണ്ട് ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യിക്കാനാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, എൻ്റെ കൃപ നിനക്കുണ്ട് എന്ന് കാത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ ദയാവായ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 3 കാര്യത്തിന് വേണ്ടിയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കഷ്ടത വരുത്തുന്നത്. ഈ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചന വേറെ, മനുഷ്യൻ്റെ ആലോചന വേറെ. അതിന് ആകാശത്തിൻ്റെയും ഭൂമിയുടെ ഇടയിലും ഉള്ള അത്ര ദൂരം ഉണ്ടെന്നാണ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം എഴുതിയേക്കുന്നത്. ഒന്ന് വായിച്ചേ, യെശയ്യാ 66:2. എൻ്റെ വിശ്രമ സ്ഥലവും ഏത്? എൻ്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി, അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. അപ്പോൾ ദൈവം തകർച്ച 3 കാരണത്തിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുവദിക്കുമെന്ന് ഇയ്യോബ് 37:13 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മൾ ചിന്തിച്ചു. ഒന്ന്, ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ, അല്ലെങ്കിൽ അവൻ്റെ നാമത്തിൽ നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന് അത് കാത്തിരുന്ന് സ്വീകരിക്കാൻ. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ യെശയ്യാവിൻ്റെ 66:2 പറയുന്നു, എൻ്റെ കൈയാണ് ഈ വസ്തുക്കളെ എല്ലാം നിർമ്മിച്ചത്, അങ്ങനെയാണ് ഇവയെല്ലാം ഉണ്ടായതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ദൈവം എപ്രകാരം ഒരു വ്യക്തിയെ അറിയും എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനാണോ എന്ന് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നോക്കും. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന ബഹുമാനിക്കുന്നവനെ, ഹൃദയം നുറുങ്ങിയവനെ കണ്ടാൽ, അതിനാണ് നമ്മൾ പറയുന്നത് ദൈവം ചില ഞെരുക്കങ്ങൾ അനുവദിക്കുമെന്ന് പറയുന്നത്. സാധാരണപ്പെട്ടവൻ ഞെരുക്കം ഒരുത്തനെ സമൃദ്ധിയിൽ ഒരുത്തൻ ആരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുത്തൻ്റെ സമൃദ്ധി നമുക്ക് പറയാൻ പറ്റില്ല. അത് സമൃദ്ധിയിൽ ഒരുത്തൻ ആരാന്ന് പറയണമെങ്കിൽ അവൻ്റെ സാമ്പത്തിക സാമ്പത്തികമായിട്ടൊക്കെ നമ്മൾ, ദരിദ്രൻ സമ്പന്നനായാൽ അവനോട് നമ്മൾ ചോദിച്ചാൽ ചില സാമ്പത്തിക കാര്യത്തിൽ നമുക്ക് അവനെക്കുറിച്ച് അറിയാൻ പറ്റും. എന്നാൽ സമ്പന്നൻ ദരിദ്രനായാൽ ആത്മീയ കാര്യത്തിൽ കൂടുതലും ദാരിദ്ര്യം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, നിൽക്കുവോ ഇല്ലയോ എന്ന്. ഞെരുക്കം വരുമ്പം, ഞാൻ എൻ്റെ ജീവിതത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്, ഞെരുക്കം വരുമ്പം അവർ കർത്താവിൽ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ കർത്താവിൻ്റെ കൂടെ നിന്നാൽ. പക്ഷേ നാളെ ഒരു കാലത്ത് വരുന്ന നന്മ വരുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് പിന്നത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഞെരുക്കം വന്നാലും, ഞെരുക്കം കർത്താവ് അനുവദിച്ചാൽ, എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ, ഞാൻ അറിയുന്ന പാപ സാഹചര്യങ്ങളൊന്നും ക്രമീകരിക്കാനില്ല എങ്കിൽ പിന്നെയുള്ളത് ദൈവത്തിന് ആ ഞെരുക്കം അനുവദിച്ച വ്യക്തികളെ കൊണ്ട് ചില കാര്യങ്ങൾ ഭൂമി ചെയ്യാനുണ്ട്. ഈ ഞെരുക്കം അനുവദിച്ചില്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ മനുഷ്യൻ കടന്നു വരികയില്ല. പിന്നീടും ഇത് രണ്ടും റെഡിയായി കഴിഞ്ഞ് വീണ്ടും ഒരു ഞെരുക്കം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം ആ കൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടിയും ദൈവം ചിലപ്പോൾ അനുവദിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ തടയുന്നത് അതുകൊണ്ടാണ്.
പക്ഷേ അതെല്ലാം നാളെ നന്മയ്ക്കായിട്ട് വരും. എൻ്റെ കൈയാണ് ഈ വസ്തുക്കളെയെല്ലാം നിർമ്മിച്ചതെന്നും അങ്ങനെയാണ് ഇവയെല്ലാം ഉണ്ടായതെന്നും യഹോവ അരുളി ചെയ്യുന്നത് നമ്മൾ അറിയുന്നതിന് വേണ്ടി ദൈവം ചിലത് അനുഭവിക്കും. എന്നാൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സകലതും സൃഷ്ടിച്ച ദൈവത്തിന് എന്നൊക്കെ സൃഷ്ടിച്ചു? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് പറയുന്ന സകല സംവിധാനം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് ഈ കാണുന്ന താൻ സൃഷ്ടിച്ചതൊന്നും ദൈവത്തിന് അത്ഭുതങ്ങളുടെ പരമ്പരയാണെങ്കിലും അതൊന്നും ദൈവത്തിന് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാൽ ഇപ്പം നമ്മൾ ലോകത്തിൽ പറയും കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്. ലോകത്തിലാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ മുട്ടയല്ല കോഴി ആദ്യം ഉണ്ടായത്. കാരണം ദൈവം അതിനെ സൃഷ്ടിച്ചു. അത് പിന്നീട് മുട്ട കിട്ടുമെന്നുള്ളതല്ലാതെ ദൈവം മുട്ട സൃഷ്ടിച്ചു. മുട്ട പിന്നെ കോഴിയില്ലാതെ ഇത് വിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ചു എന്നൊന്നുമല്ല. ദൈവം ആദ്യമേ കോഴിയെ സൃഷ്ടിച്ചു. ഓരോ സൃഷ്ടിജീവികളെയും ഇങ്ങനെ കൊണ്ടുവന്ന് ആദത്തിൻ്റെ മുമ്പിൽ നിർത്തിയപ്പം ആദം അതിനെല്ലാം പേരിട്ടു. അന്നേരം 2 കോഴി ഉണ്ടായിരുന്നു, അതിന് പൂവൻ കോഴിയെന്ന് വിട്ടു, പെടക്കോഴിയെന്ന് വിട്ടു. അല്ലെ കോഴികളുണ്ടായിരുന്നു, അതിന് കോഴികളെന്ന് പേരിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞത് സകലതും സൃഷ്ടിച്ചതിനകത്ത് ഈ സംവിധാനം എല്ലാം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ ആധികാരികമായി പോയി കഴിഞ്ഞാൽ ഉത്തരവില്ലാത്ത ഒത്തിരി ചോദ്യങ്ങൾക്ക് അതിനകത്ത് വളരെ ലളിതമായിട്ട് ഉത്തരം കിടപ്പുണ്ട്. വളരെ ലളിതമായിട്ട് ഉത്തരങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ പോയി തപ്പാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പോയി അന്വേഷിക്കാത്തത് കൊണ്ടാണ്. ദൈവം അത് വെച്ചിരിക്കുക. എൻ്റെ വചനത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്ന ബുദ്ധിയുള്ളവനുണ്ടോ എന്നാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ വചനം തന്നെ. അങ്ങനെ വചനത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നവനെ ബുദ്ധിയുള്ളവൻ എന്നാണ് ദൈവം വിളിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ, ഈ കാണുന്ന കൊച്ചു കൊച്ചു ജീവികൾ, ഞാനൊക്കെ ഓർത്തിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ, സൂവിൽ പോകുമ്പോൾ ഈ അനേകം മക്കാവുകളെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ എന്തൊരു ഭംഗിയാണ് ഇതിനൊക്കെ. ഇതിൻ്റെയൊക്കെ ഓരോ നമ്മുടെ വീട്ടിലുള്ള മൃഗമായ ഒരു പൂച്ച നോക്കിക്കേ, അതിൻ്റെ വരകൾ പോലും എത്ര മനോഹരം. ആ പൂച്ചയ്ക്ക് ഒരു പ്ലെയിൻ കളറാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ ഓരോന്നിനും അതിനനുസരിച്ചുള്ള ഡിസൈന് കണ്ണെഴുതി കൃത്യമായി മീശ വരെ ഫിറ്റ് ചെയ്ത് ദൈവം അതിനെ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പുറകിൽ അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിന് ഇതൊന്നും അത്ഭുതമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ദൈവത്തിന് അത്ഭുതമായിട്ടല്ല ദൈവത്തിന് ഇത് തോന്നുന്നു. അതിലുപരിയായി അവൻ്റെ വാക്കിനെ, അവൻ്റെ വചനത്തെ, അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനെ, ബഹുമാനിക്കുന്നവനെ ദൈവം തൻ്റെ ദൃഷ്ടിയിൽ വച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവം നോക്കിക്കാണും. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സഭയിലെ വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവർ ഈ വചനമൊന്നുമല്ല നോക്കുന്നത്. അവർ യേശുവിനെ അല്ല നോക്കുന്നത്, പിതാവിനെയല്ല, പരിശുദ്ധാത്മാവിനെയും വചനത്തിനെയും ഒന്നുമല്ല അവർ നോക്കുന്നത്. സ്വർഗത്തെയോ ദൈവരാജ്യത്തെയോ ഒന്നുമല്ല അവർ കൂടുതലായിട്ട് നോക്കും. അവർ മിക്കരും നോക്കുന്നത് നേതാക്കന്മാരെയാണ്. നേതാക്കന്മാർ, സംഘടന. അപ്പം നേതാക്കന്മാരെ, സംഘടനയെ നോക്കുക എന്ന് പറഞ്ഞാൽ തനി മലയാളം പറഞ്ഞാൽ മൂട് താങ്ങും. നേതാക്കന്മാരുടെ മൂട് താങ്ങുക എന്നുള്ളതാണ് കേരളത്തിലെ വിശ്വാസികൾ നല്ലൊരു വിഭാഗത്തിൻ്റെ സ്വഭാവം. ഈ ന്യൂജൻ സഭകളിലൊക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന പല വീടുകളിലും ന്യൂജൻ പിള്ളേരുടെയൊക്കെ കല്യാണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ പാസ്റ്റർമാരാണ്, മാതാപിതാക്കളല്ല. മാതാപിതാക്കൾക്ക് ഒരു വിലയില്ല, എല്ലാം തീരുമാനിക്കുന്നത് പാസ്റ്റർമാരാണ്. എന്ത് കഷ്ടമാണ് സത്യത്തിൽ, എന്തൊരവസ്ഥയായത്. അപ്പോൾ എൻ്റെ കൈ ഈ വസ്തുക്കളെയെല്ലാം നിർമ്മിച്ചെന്നും അങ്ങനെയാണ് ഇവയെല്ലാം ഉണ്ടായതെന്നും ദൈവം അരുളി ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങളൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ, അതിൽ നിന്ന് തെറ്റുകൾ ഉൾക്കൊണ്ട് അവൻ നേരെയാകാൻ തീരുമാനിച്ചാൽ അവൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതി വച്ചിരിക്കുന്നു. ജനം നേരെ തിരിഞ്ഞ് കടകവിരുദ്ധമായും പോകുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കർത്താവെ കേട്ട വചനത്തിനായി സ്തോത്രം. കർത്താവെ സംഘടനയും നേതാക്കന്മാരും ഒക്കെ വിട്ടിട്ട് യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും ദൈവത്തെയും ദൈവരാജ്യത്തെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ അംഗീകരിച്ച് നിത്യതയിൽ കർത്താവെ അവിടെ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഇവിടുത്തെ മനുഷ്യരെ ആശ്രയിക്കാതെ
കർത്താവെ, നിത്യതയിൽ അങ്ങയുടെ കൂടെ അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കുവാൻ ആവശ്യമായ മാർക്ക് ഇവിടുന്ന് നേടിയെടുക്കുവാൻ, വചനത്തിൻ്റെ വ്യവസ്ഥയിൽ യഥാർത്ഥത്തിൽ ജീവിക്കുവാൻ അടിയനെയും കേൾവിക്കാരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ എല്ലാം മേൽ വ്യാപരിക്കണമേ. അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ പിശാച് വിവിധ രീതിയിൽ കൊണ്ടുവന്ന സകല പൈശാചിക കെട്ടുകൾ തകർന്ന് തരിപ്പണമാകട്ടെ. ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കേൾവിക്കാരും അനുഗ്രഹം പ്രാപിക്കട്ടെ. അവർക്ക് സത്യത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.